ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചായി ലോങ് വീഡിയോസിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് വന്നിട്ട്. അപ്പോൾ ഇന്ന് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട്ടിലല്ല പറ ഞങ്ങളുടെ കോഴിക്കുഞ്ഞൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അവരെയൊക്കെ കാണിച്ചു തരാം. നമ്മളെ തള്ളക്കോഴി വിരിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ, ഒരു 10 വിരിച്ചിട്ടുണ്ട്. അതില് ഒരു സ്പെഷ്യൽ കുഞ്ഞുണ്ട്. അതിനെ ഞങ്ങള് 10 മുട്ടയാണ് വെച്ചത്. 10 മുട്ടയും വിരിച്ചു. അതിന് ഭയങ്കര ഒരു കൺഗ്രാചുലേഷൻസ് കൊടുക്കണം കോഴിക്ക്. കാണിച്ചു തരാം കോഴിക്ക്. പക്ഷെ ആ കോഴിക്ക് അങ്ങനെ തിമിരാണ്. കാണിച്ചു തരാം. എനിക്ക് ഇഷ്ടമേ ഇല്ല കോഴിനെ. കുട്ടികളുള്ളത് കൊണ്ട് മാത്രം ഒരു സ്പെഷ്യൽ കോഴിക്കുഞ്ഞുണ്ട്, അതും കാണിച്ചു തരാം. ഓക്കെ, വരൂ. ഇപ്പൊ നമുക്ക് നമ്മുടെ വലിയ തള്ളക്കോഴിനെയും മക്കളിനെയും കാണിച്ചു തരാം. അവിടെ തുറന്നു വിട്ടിട്ട് നിൽക്കുകയാണ്. എന്താ കാണിക്കാം. നമ്മുടെ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും അതിലെ ഒരു കുട്ടി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഒരു കുട്ടി നിന്നിട്ടാണ്. കണ്ടോ? എവിടെ? ശ്രദ്ധിച്ചു നോക്കിയതാ. വെള്ളയാണ്. അതെന്താന്ന് വെച്ചാ ഈ തള്ളക്കോഴിയാണെങ്കിൽ ആ കൂട്ടിന്റെ ഉള്ളിൽ നിന്ന് ചാടും, വിവരമില്ലാത്ത കോഴി. ഇതാണ് ഇതിന്റെ ഹോബി, ചാടുക. കൊങ്ങ കോഴിയാണ്. കൊങ്ങൻ എന്താ അത് ചാത്തനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ചാത്തൻ അതാ കണ്ട, ഞാൻ പറഞ്ഞില്ല ഈ കോഴിക്കൊരു വിവരമില്ല. അതാണ് കാണിക്കുന്നത്. കുട്ടികളൊക്കെ ഇപ്പൊ ഒരു 4-5 ദിവസം പ്രായമായിട്ടുണ്ട്. അമ്മക്കോഴി ചവിട്ടിട്ടാണ്. ഇനി വേറൊരു കുട്ടീനെ കാണിച്ചു തരാം ഗൈസ്, വരും. അതിനെ ഞങ്ങളാ നോക്കണേ, കാരണം ഈ തള്ളക്കോഴി അതിനെ നോക്കണില്ല ഗൈസ്. ഇനി ഒരു കുട്ടി ഉണ്ട് പറഞ്ഞത്, അത് സ്പെഷ്യൽ കുട്ടിയാണ്. അതിനെ ഞങ്ങളാ ഇപ്പൊ നോക്കണേ. ഈ തള്ളക്കോഴി നോക്കണില്ല, തള്ളക്കോഴിന്റെ അടുത്തുകൊണ്ട് അത് കാണിച്ചു തരാം. വാ, കമോൺ. അതിനെ എടുത്തിട്ട് വരാം. വാ, എടുത്തിട്ട് വാ ഗൈസ്. അപ്പൊ നമുക്ക് അതിനെ എടുക്കാൻ പോകാം. അത് ഉള്ളിലാട്ടാ, നമ്മളിവിടെ വെക്കണേ. പെട്ടിയോടെ എടുക്കണ, കുട്ടീനെ എടുക്കണ ഗൈസ്. അങ്ങനെ നമ്മളിപ്പോ കുഞ്ഞിനെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും. ക്യാമറ വെക്കാം. ഇത് പിടിക്ക്, കുട്ടീനെ പിടിക്ക് ഗൈസ്. അപ്പൊ നമുക്ക് ക്യാമറ ഇവിടെ സെറ്റ് ആക്കട്ടെ ഗൈസ്. അപ്പൊ നമ്മുടെ കോഴിക്കുഞ്ഞ് ഇതാണ്. എന്റെ മുഖത്ത് മാത്രം വെയിലില്ലേ. ഇതാണ് നമ്മുടെ കോഴിക്കുഞ്ഞ്. കാണുന്നില്ല അല്ലെ? ഇതിൽ എന്താ പറഞ്ഞ, ഈ കോഴിക്കുഞ്ഞ് ഹാൻഡിക്യാപ്ഡ് ആണ്. ഒരു സൈഡ് തളർന്നു, 2 കാലൊക്കെ ഉണ്ട്. ഒരു സൈഡല്ല, ഇടുപ്പ്, അതിന്റെ ഇടുപ്പ് തളർന്നു പോയി. 2 കാലൊക്കെ ഉണ്ട്. കാലിലൊക്കെ 2 ഉണ്ട്. പക്ഷെ ഇത് നടക്കില്ല. അങ്ങനെ വെച്ചങ്ങനെ കിടപ്പാണ്, വീഴും. അപ്പൊ ഇതിനെ ഇവിടെയാണ് ഞങ്ങളാണ് ചോറൊക്കെ കൊടുക്കുക. കാരണം ഇതിന് അമ്മന്റെ അടുത്ത് കൊണ്ട് ഇതിന് വിടുമ്പോൾ ഉള്ള എക്സ്പ്രഷൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അമ്മ അങ്ങനെ വൃത്തികെട്ട ഒരു അമ്മയാണ്. കാണിച്ചു തരാം. അതിനെ താഴെ വെച്ച് കാണിച്ചു കൊടുക്കേ. ഞാൻ താഴെ വെച്ച്, ഇതിന് എന്താ ഇതിന്റെ അസുഖം എന്ന് ഞാൻ താഴെ വെച്ച് കാണിച്ചു തരാം. ഗൈസ് കണ്ട, ഈ കോഴിക്കുഞ്ഞിങ്ങനെ കിടക്കുക മാത്രമേ ഉള്ളൂ. നമ്മൾ നിർത്തിയാലും നിക്കില്ല. നമ്മളിങ്ങനെ നിർത്താൻ നോക്കിയാലും നിക്കില്ല. കാലൊക്കെ ഉണ്ട്, കാലൊന്നും കുഴപ്പമില്ല, പക്ഷെ അത് നിക്കില്ല. അതിങ്ങനെ കിടക്കും. അതാണ് പ്രശ്നം. ഇനി നമുക്ക് ഇതിനെ അമ്മന്റെ അടുത്ത് കൊണ്ടുപോയിക്കാവാ ഗൈസ്. നമ്മളപ്പോ ഇതിന്റെ അമ്മന്റെ അടുത്തേക്ക് കൊണ്ടുപോവാണെങ്കിൽ കോഴിക്കുഞ്ഞിനെ കാണിച്ചു തരാം. അമ്മന്റെ റിയാക്ഷൻ കാണിച്ചു തരാം ഗൈസ്. ഇതാ അമ്മന്റെ മേലെ അമ്മയ്ക്ക് കൊടുക്കാൻ പോകണം. അമ്മന്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ കാണേണ്ടത്. നോക്കിയോളൂ. എന്റെ അച്ഛനാണ് കൊടുക്കാൻ പോകണം. നോക്കിയോ, നോക്കണ്ട്. അമ്മ മൈൻഡ് പോലും ചെയ്യില്ല. കുട്ടിനെ ഇഷ്ടപ്പെടുന്നില്ല ഈ അമ്മയ്ക്ക്. അങ്ങനെ എത്ര അടുത്ത് കൊണ്ടുപോയാ നോക്കാണ്. മൈൻഡ് ചെയ്യാണ്ടിരിക്കണ. അതാ അയ്യോ, ഈ അമ്മ നമ്മളൊക്കെ അടുത്തുള്ളത് കൊണ്ടാണ് കൊത്താത്ത കേട്ടാ. നമ്മളെ അടുത്തില്ലെങ്കിൽ കൊത്തും. ഒരു മൈൻഡ് ഇല്ലാത്ത തളയാണ്. കാരണം അച്ഛനൊക്കെ കൂട്ടി കൊണ്ടുവിടാൻ പോണം. നടക്കണം, ഇങ്ങനെ നടക്കില്ലേ? അവിടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ ചവിട്ടി നടക്കുക. ശില്പ പിടിക്ക് തളരാണി പിടിക്കേ. അതാ ഞാൻ കുഞ്ഞിനെ പിടിച്ചിട്ടുണ്ട് സേഫ് ആക്കിയിട്ട്. ഇതൊന്നും ചെയ്യില്ല തോന്നുന്നു. കേട്ടാ നോക്ക് കോഴി. നടക്കാനേ വയ്യ. ചെന്ന് നോക്കടാ. നല്ല കോഴി നോക്കടി കുട്ടിനെ. പിന്നെ അത് കണ്ടിട്ട് വേണം എന്നെ കൊത്തായി. എന്നെ ഇഷ്ടമല്ല ഈ കോഴിക്ക്. കൊത്തുപോയി
ആ പിടുത്തം അത്ര നടക്കുന്ന കാര്യമായിരുന്നു. ഞാൻ അപ്പുറത്തോട്ട് പറ്റും. മാറ് അച്ഛനാണ് ഇതിനെയൊക്കെ നോക്കണേ കേട്ടാ. അതുകൊണ്ട് പിന്നെ അച്ഛനെ കൊത്തില്ല, ഞങ്ങളെ കൊത്താൻ നല്ല കോഴപ്പി ചവിട്ടി. അച്ഛൻ കണ്ടാ പിടിക്കണേ. ആ അതന്നെ, ഇനി ജസ്റ്റ് ഒന്നെ ഉള്ളൂ, ഇപ്പൊ പിടിക്കും. കോഴിക്കണ്ട മക്കളില്ലെങ്കിലും വിഷയമേ ഇല്ല, ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് മേയും. അതാണ് കോഴിൻ്റെ ഒരു പവർ. ഇത് നമ്മുടെ ചാത്തൻ ആൾ ചെയ്യുന്നാട്ടാ. ആ കോഴിനെയും പിടിച്ച സൈലൻസ്. നിക്ക് കോഴിക്കൂട്ടിലിരുത്തേ. എന്താണ് കാര്യം നമ്മുടെ കൂട്? കോഴിക്കൂട് കുഞ്ഞുങ്ങൾ പോകണ്ടല്ലോ. കോഴിക്കൂട്ടിട്ടുണ്ട്, സെറ്റായി. ഇനി അപ്പുറത്ത് കോഴി കൂട്ടത്തെ വേറൊരു തള്ളക്കോഴി ഉണ്ട്, അതിന് പറഞ്ഞു കൊടുക്കാം. ഇത് രണ്ടുപേരും എനിമിയാണ്. കാരണം അത് കുഞ്ഞ് വിരിച്ചിട്ട് 10 വിരിച്ചു, 10 മരിച്ചു പോയി. അതുകൊണ്ട് ഇതിന്റെ 10 കാണുമ്പോ അതിന് ഈഗോ ആണ്. ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ കോഴിക്കുഞ്ഞ് വിരിച്ചതിന്റെ വിശേഷം. ഈ കുഞ്ഞ് മാത്രം ഒരു ഹാൻഡിക്യാപ്ഡ് കുഞ്ഞാണ്. പക്ഷെ ഞങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ, ഞങ്ങളകത്തുനിന്ന് നമ്മൾ നോക്കുന്നുണ്ട്. കണ്ടാ, ഇത് ഹാൻഡിക്യാപ്ഡ് ആയതുകൊണ്ട് കണ്ടാ കോഴിക്ക് പോലും വേണ്ട, മനുഷ്യന്മാരെ പോലത്തെ വൃത്തികെട്ട സ്വഭാവം ഇങ്ങനത്തെ കോഴികൾക്കും ഉണ്ട്. വയ്യാണ്ടായതും കണ്ടാ നോക്കാണ്ട് പോണ്. ഇവര് ഇന്നലെ എന്തോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ കൊണ്ട് കൂട്ടി വിട്ടു. ഞങ്ങൾ ഇന്നലെ ഇതിനെ കൊണ്ട് കൂട്ടിയിട്ട് വിട്ട് നോക്കി. പക്ഷെ ഈ അമ്മയും കൊത്തുന്നുണ്ട്, അതുപോലെ അതിന്റെ കുട്ടികളില്ലേ, ആ 9 കുട്ടികളും ഇതിനെ മാറി മാറി കൊത്തുകയാണ്. കണ്ടാ, കൂടെ പറപ്പും കൂടെ കൊത്തണു കുട്ടിനെ. ഇത് കണ്ടിട്ട് കുട്ടി. അപ്പൊ ഞങ്ങൾ ഇതിന് അരിയൊക്കെ കൊടുക്കും, വെള്ളം കൊടുക്കും. ഇതെന്താ പറഞ്ഞാ, ഈ കോഴിക്കൂട്ടിന്റെ ഉള്ളിലിടുമ്പില്ലേ, ഈ കോഴി എന്ത് കാണിക്കാൻ പറഞ്ഞാൽ ഈ തള്ളക്കോഴി ചാടുക ഈ കുട്ടികളുടെ മേലേക്ക്. ഇതേ ഒരു കടപ്പാണ്, അവിടെ നിന്ന് ചാടുക. ഇതൊക്കെയാണ് ഈ തള്ളേന്റെ സ്വഭാവം. അപ്പോഴേ തന്നെ കണ്ടില്ലേ, അവിടെ നിന്ന് ചവിട്ടിട്ട് വെള്ളത്തിന്റെ ഒക്കെ തട്ടിയിട്ടത്, അങ്ങനെയൊക്കെ ഈ കോഴി കാണിക്കും. ഇനി ഇതിന്റെ മേലേക്ക് കുട്ടികളെ കൂട്ടിനുള്ളിലൊക്കെ വെള്ളിക്ക് തെറിപ്പിക്കുന്ന പോലെ ചവിട്ടി. അതുകൊണ്ട് ഇന്നലെ മിഞ്ഞാന്ന് നോക്കുമ്പോ നമുക്കൊരു ഡൗട്ട് ഉണ്ട്, ചിലപ്പോ മുട്ട വിരിയണ സമയത്ത് ഈ കുട്ടിനും അത് ചവിട്ടിയതാണോന്ന്. അത് അറിയില്ല കേട്ടാ, ഇനി ചിലപ്പോ ഇങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ മിഞ്ഞാന്ന് നോക്കുമ്പോ ഒരു വെള്ള കുഞ്ഞായിരുന്നു കേട്ടാ നൊണ്ടുണ്ട്. അതിന്റെ നൊണ്ടല് മാറുമ്പോഴേക്കും ഇനി അടുത്തതിനെ ചവിട്ടി ബ്രൗണ്. ഇപ്പൊ ബ്രൗൺ ആണ് നൊണ്ടണേ. അമ്മക്ക് നോക്കാൻ അറിയുന്നില്ല കുട്ടികളുടെ, അതങ്ങനത്തെ ഒരു വലിയ ഇഷ്യൂ. ഫസ്റ്റ് ടൈമാണ് അതിന്റെ, അതുകൊണ്ടാണോന്ന് അറിയില്ല. ഇനി പോകെ ശരിയായിരിക്കും, പോകെ ശരിയാവുമായിരിക്കും. ചിലപ്പോ പോകെ തള്ളക്കോഴി ഞങ്ങൾ കൊല്ലും, അങ്ങനെയാണ് അത് കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്, അതാണ് ഒരു വൃത്തികെട്ട സ്വഭാവം. പക്ഷെ ആദ്യം ഈ തള്ളക്കോഴിയായിരുന്നു നല്ല പാവം. ഇപ്പഴത്തെ ഇതായിരുന്നു പാവം. അല്ല, ഇതിന്റെ കൂടെ തുറന്നു വിട്ടില്ലേ, അതും ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും കൂടി ഉണ്ടായിരുന്നില്ല, അതിന് നായി പിടിച്ചോണ്ട് പോയി. നായി പിടിച്ചിട്ട് പോയി, അതും പാവമായിരുന്നു. പിന്നെ ഞങ്ങൾ തുറന്നു വിട്ടില്ലേ, ആ കോഴിയായിരുന്നു ദുഷ്ട ബ്രൗൺ. അത് കോഴിനെ കുട്ടികളെല്ലാം വിരിച്ചു കഴിഞ്ഞപ്പോ ഇതിന് ഞങ്ങക്ക് പാവം തോന്നിട്ടാ. പിന്നെ ഇത് അതാ അത് വെള്ളം തട്ടി കോഴി. എന്നിട്ട് ഇത് കുട്ടികളെല്ലാം വിരിച്ചു കഴിഞ്ഞപ്പോ ഇത് അങ്ങനെ കേടായി. അത് പിന്നെയും കുറച്ചും കൂടി കുഴപ്പമില്ല, ഇത് ഫുള്ള് കേട് കാണിക്കുക. അതിന്റെ ഭയങ്കര ഡിമാൻഡ് ആൾക്ക്. 10 കുട്ടീനെയല്ലേ വിരിച്ചിരിക്കണേ, അതിന്റെ കാണിക്കാൻ അതാണെങ്കിൽ 10 എണ്ണത്തിന് വിരിച്ചിട്ട് ഒന്നുമില്ലാണ്ട് നടക്കുകയാണ്. അതിന്റെ പക്ഷെ 10 എണ്ണത്തിന് നോക്കിയിട്ടാ നല്ലോണം. കാരണം പൂച്ചയും നായൊന്നും പിടിക്കാണ്ട്. ഇത് 10 കുഞ്ഞുങ്ങളും മരിച്ചു പോയത് എങ്ങനെയാ പറഞ്ഞാൽ ഇങ്ങനെ തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം നോക്കുമ്പോ ഈ കുട്ടികളെല്ലാം ഇവിടെ നിൽക്കണു, തള്ളപ്പെട്ട ബാക്കില് കണ്ട അവരൊന്നും നോക്കുന്നില്ല, ഈ കുഞ്ഞിനെയും കൂടെ നോക്കുന്നില്ല. എന്തിനൊക്കെ റൂബിക്ക് കൊടുത്താൽ റൂബി സൂപ്പറായി നോക്കും. ശില്പേ കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാണ്ട് അനങ്ങാൻ വിടില്ല. പക്ഷെ എന്താ പറഞ്ഞാൽ റൂബി നോക്കുക പറഞ്ഞുകൊണ്ട് കൈയൊക്കെ വലുതായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തൊടുമ്പോ ഇതിന് ഒരു തൊടലേ ഉള്ളൂ. അതാണ് പിന്നെ അതിന് കൊടുക്കാണ്ടിരിക്കണേ. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ കോഴി വിശേഷങ്ങള്. അപ്പൊ അങ്ങനെയാണ് സെറ്റപ്പ്. ഇവിടെ കോഴിനെ പരിപാലിക്കുന്ന അച്ഛനാണ്, ഞങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അച്ഛനാണ്. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഹാൻഡിക്യാപ്ഡ് കുട്ടി, എല്ലാരും കണ്ടോളൂ. ഇത് വളരുമോ നോക്കാം, നമുക്ക് ട്രൈ ചെയ്യാം. ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇതില്ലേ കിടത്തിയതാ, ഇങ്ങനെയാ കിടക്കണേ. തളർച്ച, BP, എനിക്ക് തോന്നുന്നു സ്ട്രോക്ക് വല്ലതും വന്നതാണോന്ന് ചെറിയ ഡൗട്ട് ഉണ്ട്. അതുപോലെ എല്ലാം കാണിക്കുന്നുണ്ട്. അതിനിങ്ങനെ പിടിക്കില്ലേ, ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോ അതിന്റെ തലയെല്ലാം താഴേക്ക് പോകും. അതുകൊണ്ട് നമുക്ക് കാലില് വെറുതെ ഇങ്ങനെ ഇതില്ല, ഒതുങ്ങി കിടക്കണമില്ല. താഴെ നിർത്തുമ്പോ അവിടെ നിൽക്കില്ല, കാലിനിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഒരു നിക്കാൻ പറ്റുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇത് വലുതാവുമ്പോ അറിയില്ല. നമുക്ക് പരമാവധി ഫുഡൊക്കെ ഇപ്പൊ കൊടുക്കുന്നുണ്ട്, വെള്ളവും അരിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഞങ്ങളൊരു വായിലിട്ട് കൊടുക്കുന്നുണ്ട്, വളർത്തുന്നത്. അതിൽ തുണിയൊക്കെ ഇട്ടിട്ട്
അപ്പോൾ ഇതെന്തായാലും രാവിലെയൊക്കെ അമ്മയും ശില്പയും ആരെങ്കിലും ഒക്കെ ഫുഡ് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ട് വളർത്തണേ. അപ്പൊ ഇത് ഇനി വലുതാവോന്ന് അറിയില്ല. നമുക്ക് വലുതായി കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും. അതിന് കാണിച്ചു തരാം ഇടയ്ക്കിടയ്ക്ക്. അതിന് വലുതായി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. കാരണം എന്തായാലും ഇനി ഈ അമ്മ കോഴിക്ക് ഇതിന് വേണ്ട. കാരണം ഇനി ഞങ്ങളെ കയ്യിലെല്ലാം വെച്ച് ഉറങ്ങും. അതിന് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ കയ്യിലിരിക്കുന്നത്. പിന്നെ കൂട്ടിൽ വിട്ടു അല്ല അവിടെ വിട്ടു എന്ന് വെച്ചാൽ പിന്നെ അത് ബഹളം ഉണ്ടാക്കും. കത്തായിരിക്കും. അതുകൊണ്ട് ഞങ്ങളിപ്പോ ടൈം കിട്ടുമ്പോ അതിന്റെ കൂടെ ഇരിക്കുന്നുണ്ട്. കണ്ട അതിനോർക്കം വന്നു. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ. നമുക്ക് ഈ കോഴി വലുതായ നിങ്ങൾക്ക് കാണിച്ചു തരാം. അമ്മ കോഴി എന്തായാലും നോക്കണില്ല. അതൊരു വൃത്തികെട്ട തള്ളയാന്ന് ഞാൻ ഫസ്റ്റേ പറഞ്ഞില്ലേ, അതുകൊണ്ട് നോക്കണില്ല. അപ്പൊ നല്ല കുഴപ്പമുണ്ടാവില്ല. ഇവര് കുഞ്ഞിനെ വിരിച്ചു കഴിഞ്ഞു വെച്ചാൽ ഈ കോഴികളെല്ലാം ഭയങ്കര വൃത്തികെട്ട സ്വഭാവമാണ് കാണിക്കുന്നുണ്ട്. ഞങ്ങളെ ചിലപ്പോ കൊത്താൻ വരും. അച്ഛനെയൊന്നും കൊത്തില്ല കേട്ടാ. അച്ഛനെ കൊത്തില്ല. ഞങ്ങളെ കോഴിക്ക് ഇഷ്ടമില്ല, ഞങ്ങൾക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങളെ കണ്ട ഇടയ്ക്കിടയ്ക്ക് കൊത്തിനൊരു സ്വഭാവം കാണിക്കുന്നുണ്ട് കോഴി. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇതിനെ നമുക്ക് നോക്കാം നല്ലോണം. അതേ നടക്കുള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്. എന്താ കോഴിക്കുഞ്ഞ് ബായ്. ഉറങ്ങി കൊണ്ട് കിടത്തട്ടെ കേട്ടോ. ബൈ.